Hi traders, welcome back to Market Waves. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമേ നമുക്ക് പതിവ് പോലെ നിഫ്റ്റി തന്നെ പരിശോധിക്കാം. ഇന്ന് നിഫ്റ്റിയിൽ എന്തൊക്കെ ആയിരുന്നു നമ്മുടെ ട്രേഡിംഗ് ചാൻസുകൾ എന്ന് നോക്കാം. ഇന്നലെ 23,261 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് 23,344 എന്ന ലെവലിലായിരുന്നു. എന്നാൽ അവിടെ നിന്നും ഒട്ടും മുന്നോട്ട് പോകാതെ ആദ്യത്തെ 5 മിനിറ്റിൽ ഡൗൺ സൈഡ് വരികയാണ് ചെയ്തത്. അതിനുശേഷം അടുത്ത ക്യാൻഡിലുകൾ, ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പരിശോധിക്കുമ്പോൾ അപ്വേർഡ് ഡയറക്ഷൻ ആണ് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞവർക്ക് ഡേയ്സ് ലോ തന്നെ കീപ്പ് ചെയ്തുകൊണ്ട് തൊട്ട് താഴെയുള്ള സപ്പോർട്ട് സോൺ വളരെ ദൂരമായതുകൊണ്ട് ഇവിടെ ഒരു വ്യക്തത കൈവന്നവർക്ക് ഡേയ്സ് ലോ തന്നെ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു. ആദ്യത്തെ ടാർഗറ്റ് ലഭിച്ചപ്പോൾ അവിടെ ഇറങ്ങിയവരുമുണ്ട്. എന്നാൽ ആദ്യത്തെ 5 മിനിറ്റിന് മുകളിൽ കയറിയതിനു ശേഷം വീണ്ടും അപ്വേർഡ് പോകുന്നു എന്ന് കണ്ട് അല്പം കൂടിയ റിസ്ക് എടുക്കാൻ തയ്യാറായി ഈ ലെവലിന് ഒപ്പം നിന്ന് ബൈ ചെയ്ത് ഇവിടെ സ്റ്റോപ്പ് ലോസ്, ഡേയ്സ് ലോ തന്നെ സ്റ്റോപ്പ് ലോസ് ആയി കൊടുത്തവരുമുണ്ട്. എന്നാൽ വീണ്ടും തുടർന്ന് പ്രൈസ് അപ്വേർഡ് സഞ്ചരിച്ചു. ഈ ലെവലിൽ ക്ലോസ് ചെയ്തും എനിക്ക് പലരും സ്ക്രീൻഷോട്ടുകൾ അയച്ചു തന്നിരുന്നു. അവർ നമ്മുടെ ചാനലിലൂടെ പറയുന്ന കാര്യങ്ങൾ പലരും അനുഭവം കൊണ്ട് തിരിച്ചറിഞ്ഞ് ഈ പ്രോഫിറ്റ് എടുത്ത് അപ്പോൾ തന്നെ സിസ്റ്റം ലോക്ക് ചെയ്ത് ക്ലോസ് ചെയ്ത് ട്രേഡിംഗ് നിർത്തി വിട്ടുപോകുന്നു എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു. അവയിൽ ചിലതെല്ലാം ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ പങ്കുവച്ചിരുന്നു. എന്നാൽ തുടർച്ചയായി ഒരുപാട് വോയിസ് ക്ലിപ്പുകൾ ഇടുന്നത് ബുദ്ധിമുട്ട് ആക്കും എന്ന് തോന്നിയത് കൊണ്ടും തന്നെയുമല്ല, നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി പലരും ടെലഗ്രാം ഓണാക്കി വെച്ചിട്ടുള്ളതുകൊണ്ട് അവരുടെ ട്രേഡിങ്ങിനെ അത് ബാധിക്കുമെന്ന ഇൻഫർമേഷൻ വന്നിട്ടുള്ളത് കൊണ്ട് ഞാൻ തുടർന്ന് ചെയ്യേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയായിരുന്നു. ഈ സപ്പോർട്ടിൽ എത്തിയതിനു ശേഷവും ഇവിടെ നിന്ന് വീണ്ടും റിവേഴ്സ് ആകുമ്പോഴും ട്രേഡ് എടുത്തവരും ഉണ്ട്. എന്നാൽ വീണ്ടും ട്രേഡ് ചെയ്യാതെ നിന്ന് ഈ സപ്പോർട്ട് കൃത്യമായി രേഖപ്പെടുത്തിയ ഈ ലെവൽ വരെ മാത്രം പോയി ഇവിടെ ബ്രേക്ക് ചെയ്യുമ്പോൾ വീണ്ടും കയറി വന്നു. പുതിയ ഹൈ തരാതെ റിവേഴ്സ് വരുന്നു എന്ന് തോന്നിയവർ ഒരു റിസ്ക് എടുത്ത് ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി നൽകി ഈ ഏരിയയിൽ നിന്നും പുട്ട് വാങ്ങി സാമാന്യം നല്ല ടാർഗറ്റ് എടുത്ത സ്ക്രീൻഷോട്ടുകളും എനിക്ക് ലഭിച്ചിരുന്നു. എന്തായിരുന്നാലും വളരെ കൃത്യമായി ട്രേഡ് ചെയ്യാൻ ഇന്ന് എല്ലാവർക്കും സാധിച്ചിട്ടുണ്ട് എന്ന് അറിയുന്നതിൽ സന്തോഷം. ഞാൻ പതിവ് പോലെ ട്രേഡ് ചെയ്തിരുന്നു. എന്നാൽ എൻ്റെ ട്രേഡിംഗ് ലാഭങ്ങളെക്കാൾ എനിക്ക് എൻ്റെ ചാനലിനെ, അതായത് മാർക്കറ്റ് വേവ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മറ്റുള്ളവർ, നിങ്ങളുടെ ഓരോ പ്രേക്ഷകരും ലാഭമുണ്ടാക്കുന്നു എന്നറിയുന്നതാണ് ഏറെ സന്തോഷം. അതാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ശ്രമിക്കുന്നത്. മറ്റുള്ളവർക്കും വിജയിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് ഒരുപക്ഷെ ഇതിൽ പരാജയപ്പെട്ടു നിന്നവർക്ക് തീർച്ചയായും പുതിയ ഒരു ആത്മവിശ്വാസം കൈവരിക്കാനും ഇതെന്താണെന്ന് പഠിക്കാൻ പരിശ്രമിക്കാനും സാധിച്ചിട്ടുണ്ട് എന്നറിയുന്നു. ഇപ്പോഴും പലരും ഞാനുമായി കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നേക്കാൾ മുമ്പ് ഈ മേഖലയിൽ വന്നവർ പോലും ഇതിനോടകം വന്ന് പരിചയപ്പെട്ട് എന്താണ് ഇത്, എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞ് വിജയത്തിലോട്ട് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം നിറഞ്ഞ വാർത്ത. ഒരു കാര്യം സൂചിപ്പിക്കട്ടെ, ഇത്തരത്തിൽ സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ സ്ഥിരമായി അല്ലെങ്കിൽ പണ്ട് മുതലേ ട്രേഡ് ചെയ്ത് വന്നിരുന്നവർക്ക്, അവർ സ്വന്തമായി ഒരു സ്ട്രാറ്റജി കൈമുതലായുള്ളവർക്ക് ചിലപ്പോൾ അരോചകമായി തോന്നിയേക്കാം. എങ്കിലും പുതുതായി കടന്നു വന്നവരോട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് പഴയ ആൾക്കാർ ക്ഷമിക്കുക, സഹകരിക്കുക. ഒരുപക്ഷെ പുതിയ ആൾക്കാർ കടന്നു വന്ന് ധാരാളം പൈസ കളഞ്ഞ് പിന്നെ ഇത് പരാജയമാണ് എന്ന് കരുതി തിരിച്ചു പോയിട്ടുണ്ടായേക്കാം. എന്നാൽ ചിലർ ഇത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ വീണ്ടും ഒരു മോഹവുമായി വന്ന് നിരന്തരം പൈസ കളഞ്ഞ് ആ പൈസ പോയി വീണ്ടും കുറെ പൈസയും കൂടെ സംഘടിപ്പിച്ച് പിന്നെയും വന്ന് ചെയ്ത് നിരന്തരം മാർക്കറ്റിന് പൈസ കൊടുക്കുന്നവരായി മാറുമ്പോൾ അവനവന്റെ സമ്പാദ്യത്തിൽ നിന്ന് ചോരുന്നു എന്നുള്ളത് അത് ഒരു വശം, അതും വലിയൊരു നഷ്ടമാണ്. എങ്കിലും അതിലും വലിയൊരു നഷ്ടം എന്ന് പറയുന്നത് ആയുസ് കടന്നു പോകുന്നത് അറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം ജയിക്കാൻ കഴിയാത്ത ഒരു മേഖലയിൽ നിരന്തരം പൈസ മുടക്കി പരാജയപ്പെട്ടു പോകുമ്പോൾ അത് പരിശ്രമിക്കാത്തതിന്റെ ഭാഗമാണ് എന്നാണ് എനിക്ക് തീർച്ചയായും പറയാനുള്ളത്. തുടരാൻ താല്പര്യപ്പെടുകയാണെങ്കിൽ ഇത് എന്താണ്, ട്രേഡ് ചെയ്യാതെ എന്താണ് എന്ന് പഠിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പണവും പോകും, ആയുസ്സും കടന്നു പോകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പുതിയതായി കടന്നു വരുന്നവർ തീർച്ചയായും ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിനുശേഷം മോക്ക് ട്രേഡ് ചെയ്ത് പരിശീലിക്കുക.
ഒട്ടനവധി പേർ ആ തരത്തിലോട്ട് തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതും വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ അടുത്തതായി നമുക്ക് നാളത്തെ നിഫ്റ്റിയുടെ ട്രേഡിംഗ് പ്ലാൻ എന്താണ് എന്ന് പരിശോധിക്കാം. ഓരോ ദിവസവും കടന്നു വരുന്ന വീഡിയോയിലൂടെ ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയും എന്നാണ് കരുതുന്നത്. ഏതൊരു അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത്തരത്തിൽ ഞാൻ മാറ്റി ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. 23,395 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന റെസിസ്റ്റന്റ് സോണായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ 23,264 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് സോണായി ഞാൻ കണക്കാക്കുന്നത്. എന്നാൽ ഇന്നത്തെ ലോ ആയ 23,297 എന്ന ലെവൽ ഒരു മൈനർ സപ്പോർട്ട് എന്ന ലെവലിൽ ഞാൻ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓപ്പൺ ആവുകയാണെങ്കിൽ, ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തരികയാണെങ്കിൽ ഒരുപക്ഷേ പ്രൈസ് ഈ ലെവലിലോട്ട് താണു വരികയും ചെയ്യാം. എന്നാലും ഈ ഏരിയയിൽ നിന്ന് എവിടുന്നെങ്കിലും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഓർ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് സോൺ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. എന്നാൽ അതിനോടൊപ്പം തന്നെ സമയവും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ടൈം പോകുന്നതിനനുസരിച്ച് ഈ ലെവലൊക്കെ വരുമ്പോൾ തന്നെ ടാർഗറ്റ് എടുത്ത് വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുകയാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ വാങ്ങാവുന്നതാണ്. അപ്പോൾ തീർച്ചയായും ഡേയ്സ് ലോ തന്നെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കേണ്ടതുണ്ട്. എന്നാൽ ഇതിന് മുകളിൽ കയറിയിട്ടാണ് വരുന്നതെങ്കിൽ, ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ഇതിന് മുകളിൽ കയറിയിട്ടാണ് വരുന്നതെങ്കിൽ, ക്ലോസ് ചെയ്തിട്ടാണ് വീണ്ടും ഡിക്ലൈൻ കിട്ടുന്നതെങ്കിൽ ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുമ്പോൾ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യുക. അപ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഉയരം തന്നെയാണ് പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് എങ്കിലും അതിന് മുകളിൽ 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ, അതായത് 23,421 23,443 എന്ന ലെവലുകൾക്കെല്ലാം മുകളിലോട്ട് പതിയെ ഹൈ ക്ലോസിംഗ് തരികയാണെങ്കിൽ, ഇവിടെ തന്നതുപോലെ തരികയാണെങ്കിൽ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഉപയോഗിച്ച് ഫോളോ ചെയ്യാവുന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഹൈ ഉയരങ്ങളാണ്, റെസിസ്റ്റൻസ് സോണുകളാണ് ഞാൻ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവ 23,496 23,545 എന്ന ലെവലുകളാണ്. എന്നാൽ ഇതിനു മുകളിലോട്ട് പ്രൈസ് സഞ്ചരിക്കും എന്ന് ഫീൽ ചെയ്യുകയാണ് എങ്കിൽ, അത്തരം ഒരു അപ്പ് മൂവ് ലഭിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ എൻ്റെ റീഡിംഗ് എന്ത്, എൻ്റെ പുതിയ ഉയരം ഞാൻ പ്രതീക്ഷിക്കുന്ന ലെവൽ എന്ത് എന്ന് ടെലഗ്രാം ചാനലിലൂടെ പങ്കുവയ്ക്കാൻ പരിശ്രമിക്കുന്നതാണ്. എന്നാൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്തു കഴിഞ്ഞാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ ഓർ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് സോൺ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. എന്നാൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അപ്പോഴും പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എന്നാൽ അതിനു താഴെയായി വീണ്ടും 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്ന് പറഞ്ഞാൽ പ്രൈസ് ഡിക്ലൈൻ സഞ്ചരിച്ചേക്കാം. അതായത് ഈ ലെവലിന് താഴെയൊക്കെ ക്ലോസ് ആയാൽ വീണ്ടും പ്രൈസ് ഡൗൺവേർഡ് പോരാമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നത്. കാണാൻ കഴിയുന്നില്ല ലെവലുകൾ എന്ന് പലരും പറയുന്നു, അതുകൊണ്ട് പറയണമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 23,264 23,230 205 23,135 23,060 960 എന്ന ലെവലുകളാണ്. ഈ ലെവലുകളെല്ലാം നിങ്ങൾ തീർച്ചയായും ചാർട്ടിൽ രേഖപ്പെടുത്തുക. ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ. കാരണം ഇത്തരത്തിൽ ഞാൻ എല്ലാ ദിവസവും പറയാൻ ശ്രമിക്കുമ്പോൾ വീഡിയോയുടെ ലെങ്ത് കണ്ടമാനം കൂടിപ്പോകുന്നു. അതിനും ചിലർക്ക് പരിഭവം ഉണ്ട്. ഓക്കെ, അപ്പോൾ നിഫ്റ്റി കൃത്യമായി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് ലെവലുകൾ എന്ന് പരിശോധിച്ച് നോക്കാം. 49,770 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് സോണായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ 50,030 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന റെസിസ്റ്റന്റ് സോണായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ അതിനിടയിൽ 49,961 എന്ന ലെവൽ ഒരു മൈനർ റെസിസ്റ്റന്റ് ലെവലായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ
പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ലോ അല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ, ഞാനിവിടെ രേഖപ്പെടുത്തിയ ലെവൽ ഏതെങ്കിലും ഒന്ന് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യുകയാണ് ഞാൻ ചെയ്യുക. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ പ്രധാന സപ്പോർട്ടിന് റെസിസ്റ്റൻസിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. എങ്കിലും ഈ ലെവലിന് മുകളിൽ ക്ലോസ് ആയി അതിനുശേഷം വീണ്ടും ഡിക്ലൈൻ കിട്ടുകയാണെങ്കിൽ ഡേയ്സ് ലോ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. അത് നിലനിർത്തിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ സഞ്ചരിക്കുന്നു എന്ന് ഫീൽ ചെയ്താൽ, ചെറിയ ടൈം ഫ്രെയിം പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ കാണിക്കുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. ഇത്തരത്തിൽ 50,030 എന്ന ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് അപ്വേർഡ് ഡയറക്ഷനിൽ സഞ്ചരിക്കുമെന്ന് കണക്കാക്കുകയും ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഉപയോഗിച്ച് വീണ്ടും കിട്ടുന്ന ഡിക്ലൈനുകളെ ട്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ പ്രോഫിറ്റിനെ കവർ ചെയ്തുകൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന പ്രധാന ടാർഗറ്റ് ഈ ലെവലുകളാണ്. 50,098 100 എന്ന് കണക്കാക്കാം, 50,235, 50,396 എന്ന ലെവലുകളാണ് വീണ്ടും കിട്ടിയേക്കാവുന്ന ടാർഗറ്റുകളായി രേഖപ്പെടുത്തിയിട്ടുള്ളവ. ഇവിടെ നിങ്ങൾക്ക് കാണാം സ്ക്രീനിൽ എന്ന് കരുതുന്നു. 50,610, 50,892. ഈ 892 ആണ് അടുത്തതായി ലഭിക്കേണ്ട പ്രധാന റെസിസ്റ്റന്റ് അഥവാ ടാർഗറ്റ് എന്ന് പറയാം. അതിന് ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയാൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നാളെ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ കാണിക്കുകയാണ് എങ്കിൽ ഡേയ്സ് ഹൈ ഓർ തൊട്ട് മുകളിലായി രേഖപ്പെടുത്തിയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവൽ പ്രധാന സ്റ്റോപ്പ് ലോസ് പോയിന്റ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ്, നമുക്ക് കണ്ടിന്യൂവേഷൻ ലഭിക്കാൻ കിട്ടേണ്ട ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് 49,770 എന്ന പ്രധാന സപ്പോർട്ട്, ആദ്യത്തെ സപ്പോർട്ടിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് വീണ്ടും ഡിക്ലൈൻ ഡൗൺ സൈഡിലേക്കുള്ള മൂവ്മെന്റ് തന്നെ സൂചിപ്പിക്കുന്നു എങ്കിൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ് എങ്കിലും അതിനേക്കാൾ താഴെ 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ് എങ്കിൽ, അതായത് 49,694 എന്ന ലെവൽ വീണ്ടും അതിന് താഴെ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് ഡിക്ലൈൻ ആണെന്ന് കരുതാൻ കഴിയുന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് 49,613, 49,528, 49,381, 49,078 എന്നിങ്ങനെയുള്ള ലെവലുകൾ. ഇവ നിങ്ങൾ മുമ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് താല്പര്യപ്പെടുന്നുവെങ്കിൽ രേഖപ്പെടുത്തുക. അടുത്തതായി സെൻസെക്സിൽ എന്താണ് നമ്മുടെ ലെവലുകൾ എന്ന് പരിശോധിക്കാം. 76,532 എന്ന ഇന്നത്തെ ലോയാണ് ആദ്യത്തെ സപ്പോർട്ട് ലെവലായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 76,919 എന്ന ലെവലാണ്, 1920 ലെവലാണ് ആദ്യത്തെ പ്രധാന റെസിസ്റ്റന്റ് ലെവലായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ, ഇവിടെ സെൻസെക്സ്, ബാങ്ക് നിഫ്റ്റിയൊക്കെ നല്ല റേഞ്ച് മൂവ് ചെയ്യുന്ന ഇൻഡെക്സുകളായതുകൊണ്ടും ഈ ഏരിയ അല്പം റേഞ്ചുള്ള സ്പേസ് ആയതുകൊണ്ടും ഇവിടെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേൺ പ്രകാരം നൽകുന്ന ക്യാൻഡിൽ ടൈം ഫ്രെയിം, അങ്ങനെയുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ നൽകുന്ന ഡയറക്ഷൻ അത് അപ്വേർഡ് ഡയറക്ഷൻ ആണെങ്കിൽ ഡേയ്സ് ലോ ഓർ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി പ്രധാനമായും കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് 1 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിനു മുകളിൽ 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ് എങ്കിൽ, അതായത് പുതിയ ഉയരം തരികയാണ് എങ്കിൽ പ്രൈസ് അപ്വേർഡ് സഞ്ചരിച്ചേക്കാം എന്നാണ് ഞാൻ കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. അവ 77,051, അതിനു മുകളിൽ ക്ലോസ് ആവുകയാണെങ്കിൽ 77,336, 77,422, 77,504 എന്ന ലെവലുകളാണ് ഞാൻ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ള ടാർഗറ്റുകൾ. കാണാം എന്ന് കരുതുന്നു. എന്നാൽ ഈ ഏരിയയിൽ 15 മിനിറ്റിന്റെ ക്യാൻഡിൽ പ്രകാരം ഒരു സെല്ലിംഗ് ഡയറക്ഷൻ ആണ് നൽകുന്നതെങ്കിൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് നിർത്തിക്കൊണ്ട്
ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നതെന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എങ്കിലും അതിന് താഴെ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന അപ്പ് മൂവിൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ വീണ്ടും പുതിയ ലോകൾ തരികയാണെങ്കിൽ പ്രൈസ് ഡൗൺവേർഡ് സഞ്ചരിക്കുമെന്ന് കണക്കാക്കുകയും പിന്നീട് ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. 77,532, 76,246, 76,291, 76,222, 75,979 എന്നിവയാണ് ആ ലെവലുകൾ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇതാണ് നാളത്തേക്ക് വേണ്ടിയുള്ള നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ. നാളെ നിഫ്റ്റിയുടെ വീക്ക്ലി ക്ലോസിംഗ് ആണ്. എല്ലാവർക്കും നല്ല ലാഭം ലഭിക്കുന്ന മൂവ്മെന്റ് ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.